ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 24ാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ആയിരിക്കുക. സമാന്തര സുവിശേഷങ്ങൾ 3 വിവരിക്കുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 8ാമത്തെ അധ്യായം 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറിയ സുവിശേഷം. ആകെ 16 അധ്യായങ്ങൾ മാത്രമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉള്ളത്. എന്തിനാണ് മർക്കോസ് തൻ്റെ ഈ സുവിശേഷ രചനയിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് മർക്കോസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ 1ാമത്തെ അധ്യായം 1ാമത്തെ വാക്യത്തിൽ തന്നെ ഇപ്രകാരം എഴുതുന്നുണ്ട്: ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. അതായത് ഈ സുവിശേഷത്തിൻ്റെ രചനയിലൂടെ ഈ സുവിശേഷം വായിക്കുന്നവർക്ക് മർക്കോസ് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ഇതാണ്: ഈശോ ദൈവപുത്രനാണ്, ഈശോ ദൈവമാണ്. ഈശോയുടെ ദൈവീകതയെക്കുറിച്ച് ലോകത്തോട് പ്രഘോഷിക്കുക, അതാണ് സുവിശേഷത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് തന്നെ. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. ഈശോ ദൈവപുത്രനാണ്. ഈശോയുടെ ദൈവീകത അത് വ്യക്തമാക്കുക, അതാണ് സുവിശേഷത്തിൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ ഈശോയുടെ പഠനങ്ങളിലൂടെ, ഈശോയുടെ ഉപമകളിലൂടെ, ഈശോയുടെ അത്ഭുതങ്ങളിലൂടെ, ഈശോയുടെ രോഗശാന്തികളിലൂടെ എല്ലാം ഈശോ ദൈവമാണ് എന്ന് സ്ഥാപിക്കുകയാണ് മർക്കോസ്. എന്നിട്ട് തൻ്റെ സുവിശേഷത്തിൻ്റെ കൃത്യം മധ്യഭാഗത്തെത്തുമ്പോൾ, അതായത് 8ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ, ഈശോയുടെ ഈ ദൈവീകതയെ പത്രോസിൻ്റെ അധരങ്ങളിലൂടെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ക്രമീകരണമാണ് മർക്കോസ് നടത്തുക. അപ്പോൾ 16 അധ്യായങ്ങളിൽ ഉള്ള ആ സുവിശേഷത്തിൽ 8ാമത്തെ അധ്യായത്തിലാണ് ഈശോ കേസറിയ ഫിലിപ്പിയിലെത്തുമ്പോൾ തൻ്റെ അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നു: ഞാൻ ആരാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്? ഉത്തരമായിട്ട് ശിഷ്യന്മാർ തങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിലുമുള്ള ഈശോയെക്കുറിച്ചുള്ള ധാരണകളെക്കുറിച്ച് അവിടുത്തോട് പറയുകയാണ്. അവരുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഈശോയോട് പറയുകയാണ്. ചിലർ പറയുന്നു അവിടുന്ന് സ്നാപക യോഹന്നാനാണ് എന്ന്, ചിലർ പറയുന്നു ഏലിയ ആണ്, മറ്റു ചിലർ പറയുന്നു മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരിൽ ഒരുവനാണ് എന്ന്. ഈ ഉത്തരങ്ങളിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: ഈശോ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. ഈശോ ഒരു അസാധാരണമായ വ്യക്തിത്വമാണ് എന്ന് അവർക്ക് ഉറപ്പുണ്ട്. കാരണം അവർ പറയുന്ന, ഈശോയോട് താരതമ്യം ചെയ്തുകൊണ്ട് അവർ പറയുന്ന വ്യക്തികളെല്ലാവരും ഇസ്രായേലിലെ പ്രധാനപ്പെട്ട മഹനീയമായ വ്യക്തിത്വങ്ങളായിരുന്നു. അവർ മരിച്ചുപോയവരുമായിരുന്നു. വളരെ അടുത്ത കാലത്ത് തന്നെ മരിച്ച സ്നാപക യോഹന്നാൻ ഉൾപ്പെടെ, അതിനു മുൻപ്, ഈശോയ്ക്ക് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചുപോയ ഏലിയ പ്രവാചകൻ, ജെറമ്യ പ്രവാചകൻ, പ്രവാചകന്മാരിൽ ഒരുവൻ എന്നൊക്കെയാണ് അവർ ഈശോയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ മഹാത്മാക്കളായ പ്രവാചകന്മാരുടെ ഒരു പുനർജന്മമായിരിക്കാം ഈശോ എന്നുള്ള ഒരു ധാരണ ആ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് ശിഷ്യന്മാർ പറയുക. അതിൻ്റെ അർത്ഥം ഈശോ ഒരു സാധാരണ വ്യക്തിത്വമല്ല എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയായിരുന്നു എന്നാണ്. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈശോ എന്ന് ഈശോയ്ക്കറിയാം. അപ്പോൾ അത് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതൊന്നുമല്ല. ആരാണ് യഥാർത്ഥത്തിൽ ഈശോ? അതുകൊണ്ട് തന്നെ ഈശോ തിരിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ അപ്പോസ്തലന്മാരോട് ചോദിക്കുകയാണ്. ഇവരാണ് ഇത്രയും നാൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, താൻ പറഞ്ഞതെല്ലാം കേട്ടത്, താൻ ചെയ്തതെല്ലാം കണ്ടത്, തന്നെ അനുഭവിച്ചത് ഇവരാണ്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്?
അപ്പോൾ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടി പത്രോസാണ് മുന്നിലേക്ക് വന്ന് ഉത്തരം പറയുക, നീ ക്രിസ്തുവാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയും കൂടി ശമയോനാണ് സംസാരിക്കുന്നത്. ഓർക്കുക, അപ്പോസ്തലന്മാർക്കിടയിൽ പത്രോസിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. സുവിശേഷങ്ങളിലെ പല ഭാഗങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാം. അത് ഈശോ അനുവദിച്ചിട്ടുള്ളതാണ്, മറ്റ് അപ്പോസ്തലന്മാരെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതുമായ ഒരു സ്ഥാനമാണ്. സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവർത്തനങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു പേര് തീർച്ചയായിട്ടും ഈശോയുടേത് തന്നെയാണ്. എന്നാൽ ഈശോയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു പേര് പത്രോസിൻ്റെതാണ്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷത്തിൽ 25 തവണ പത്രോസിൻ്റെ പേര് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 25, ലൂക്കായുടെ സുവിശേഷത്തിൽ 30 തവണ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 39 തവണ പത്രോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇതാണ് വ്യക്തമായിട്ടുള്ളത്, അപ്പോസ്തലന്മാർക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു സ്ഥാനം പത്രോസിനുണ്ടായിരുന്നു എന്നുള്ളത് സുവിശേഷങ്ങളിൽ വ്യക്തമാണ്. ഈശോയുടെ ചോദ്യം ഇതാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈശോ പറയുന്നത്, പത്രോസ് ഉത്തരമായിട്ട് പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നത് ഇപ്രകാരമാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യു ആർ ദി ക്രൈസ്റ്റ്, സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇവിടെ 2 ഭാഗങ്ങളുണ്ട്. യു ആർ ദി ക്രൈസ്റ്റ്, നീ ക്രിസ്തുവാണ്. രണ്ടാമത്തേത് സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ. അപ്പോൾ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ വിചാരണയുടെ സമയത്ത് മിക്കവാറും 4 സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോയെ വിചാരണ നടത്തുന്ന സമയത്ത് അക്കാലത്തെ യഹൂദരുടെ പ്രധാന പുരോഹിതൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ? ആർ യു ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ഗോഡ്? നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ? അപ്പോൾ യഹൂദരുടെ പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതൻ്റെതാണ് ഈ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നത് ആരാണ്? പുതിയ നിയമത്തിലെ, പുതിയ ഇസ്രായേലിൻ്റെ തിരുസഭയുടെ പ്രധാന പുരോഹിതനാണ്. അപ്പോൾ നോക്കുക, തിരുസഭയുടെ പൗരോഹിത്യം അപ്പോസ്തലന്മാരിലാണ്. അപ്പോസ്തലന്മാരിലെ പ്രധാനിയാണ് പത്രോസ്. ആ പത്രോസിൻ്റെ പിൻഗാമിയാണ് ഇന്നും നമ്മുടെ പരിശുദ്ധ പിതാവ്, പരിശുദ്ധ പാപ്പയായിട്ട് വരുന്നത്. ആ പരിശുദ്ധ പാപ്പയാണ് ക്രൈസ്തവരുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ, ഈശോയുടെ സഭയിലെ പ്രധാന പുരോഹിതൻ. അപ്പോൾ പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതൻ ഈശോയോട് ചോദിക്കുന്നു, ആർ യു ദ ക്രൈസ്റ്റ്, സൺ ഓഫ് ദി ലിവിങ് ഗോഡ്? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ? ഇവിടെ പുതിയ നിയമത്തിലെ പ്രധാന പുരോഹിതനായ പത്രോസാണ് അതിനുള്ള ഉത്തരം നൽകുന്നത്. യു ആർ ദി ക്രൈസ്റ്റ്, സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നമ്മൾ നോക്കി അവരുടെ പേരുകളിൽ പോലും ഒരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. ആ യഹൂദ മുഖ്യ പുരോഹിതൻ്റെ അന്നത്തെ പേരെന്തായിരുന്നു? കയ്യഫാസ്. നമ്മുടെ പുതിയ നിയമത്തിലെ മുഖ്യപുരോഹിതനായ പത്രോസിൻ്റെ പേര്, ഈശോ കൊടുത്ത പേരെന്താണ്? കേഫാസ്. അത് രണ്ടും തമ്മിൽ ഒരു ടൈപ്പ് ആൻറ്റി ടൈപ്പ് എന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം അവിടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർ നൽകുന്നത് കാണുന്നുണ്ട്. അതായത് ഒരു യഹൂദ മുഖ്യ പുരോഹിതൻ്റെ ചോദ്യത്തിൽ നിഴലിക്കുന്നത് ഈശോയുടെ ദൈവീകതയെയും യേശുവിൻ്റെ ദൈവപുത്ര സ്ഥാനത്തെയും നിഷേധിക്കുന്ന ഒരു ടോണാണ് എങ്കിൽ, ഒരു അർത്ഥതലമാണ് എങ്കിൽ, പുതിയ നിയമത്തിലെ മുഖ്യ പുരോഹിതനായ പത്രോസിൻ്റെ ഉത്തരത്തിലൂടെ അത് ഉറപ്പിക്കുകയാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന വാക്ക് നമുക്കറിയാം, ക്രിസ്തോസ് എന്നാണ് ഗ്രീക്ക് വാക്ക്. അതിൻ്റെ അർത്ഥം അഭിഷിക്തൻ, ദി അനോയിൻറ്റഡ് വൺ. അതായത് ദൈവം അഭിഷേകം ചെയ്തയക്കുന്ന രാജാക്കന്മാരെയും എല്ലാവരും അറിയപ്പെടുന്നത് ക്രിസ്തോസ് എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഈ ക്രിസ്തോസ് ഹെബ്രായ വാക്കായ മഷിഹായുടെ ഒരു ഗ്രീക്ക് തർജ്ജമയാണ്. മഷിഹ എന്ന് പറഞ്ഞാൽ ദൈവം അയക്കും എന്ന് കരുതപ്പെട്ടിരുന്ന രക്ഷകനെ കുറിച്ച് അവർ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. അപ്പോൾ പത്രോസ് പറയുന്ന ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗം എന്താണ്? നീയാണ് ഞങ്ങൾ നൂറ്റാണ്ടുകളായി, കാലാകാലങ്ങളായി ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് കാത്തിരുന്ന ഞങ്ങളുടെ രക്ഷകൻ.
ആ രക്ഷകനായ നീയാകട്ടെ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്, നീ ജീവിക്കുന്ന ദൈവമാണ് എന്ന്. അപ്പോൾ ഈശോയുടെ രക്ഷകസ്ഥാനവും ഈശോയുടെ ദൈവീകതയും ഒരുപോലെ പ്രഘോഷിക്കപ്പെടുകയാണ് മത്തായിയുടെ സുവിശേഷ പത്രോസിൻ്റെ ഈ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ. പിന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ യേശു അതിന് ഉത്തരമായിട്ട് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോ പറയുന്നുണ്ട്, യോനായുടെ പുത്രനായ ശമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. നിൻ്റെ മാനുഷികമായിട്ടുള്ള യാതൊരു ക്വാളിഫിക്കേഷനും കൊണ്ട് നേടേണ്ട ഒരു അറിവല്ല ഇത്, മറിച്ച് ഇതൊരു വെളിപ്പെടുത്തലാണ്. അപ്പോകലിപ്സോ എന്നാണ് ഗ്രീക്ക് വാക്ക്. അപ്പോകലിപ്സ്, വെളിപാട്, റെവലേഷൻ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണാം, ഉടനെ തന്നെ ഈശോ അവരോട് പറയുന്നു, തന്നെക്കുറിച്ചുള്ള ഈ സത്യം നിങ്ങൾ ആരോടും പറയരുത്. നമ്മൾ നോക്കുക, എവിടെയൊക്കെ ഈശോ തൻ്റെ ദൈവികതയെ സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, രോഗശാന്തികളിലൂടെ, മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ഈശോ ചെയ്യുമ്പോൾ ഓർക്കുക, ഈശോ ദൈവമാണ്. അതുകൊണ്ടാണ് ഈശോയുടെ രൂപാന്തരീകരണം, അങ്ങനെ ഈശോയുടെ ജ്ഞാനസ്നാനം, അവിടെയെല്ലാം ഈശോയുടെ ദൈവികതയുടെ വെളിപ്പെടുത്തലുകളാണ്. പക്ഷെ അപ്പോഴെല്ലാം ഈശോ അവരോട് പറയുന്നത് എന്താ? നിങ്ങളിത് ആരോടും പറയരുത്. കാരണം എന്താ? തൻ്റെ ദൈവികതയെ വെളിപ്പെടുത്തുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്ന സമയം അതല്ല. ഈശോ ആഗ്രഹിക്കുന്നത് തൻ്റെ പെസഹ രഹസ്യത്തിലൂടെയാണ്, തൻ്റെ പീഠാനുഭവത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ. അവിടെയാണ് ഈശോയുടെ ദൈവികത ലോകത്തിൻ്റെ മുൻപിൽ പൂർണ്ണമായിട്ട് വെളിവാക്കപ്പെടുന്നത്. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് അവിടെയാണ്. അപ്പോൾ നോക്കുക, മർക്കോസിൻ്റെ ആ ഒരു സുവിശേഷത്തിൻ്റെ ഘടന നോക്കിയേ. ഈശോയുടെ ദൈവപുത്രനായ ഈശോയുടെ ആരംഭം, സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം തുടങ്ങുന്നു. എന്നിട്ട് ആ ദൈവപുത്ര സ്ഥാനത്തെ നമുക്ക് വളരെ പയ്യെ ഇങ്ങനെ അത്ഭുതങ്ങളിലൂടെ, രോഗശാന്തികളിലൂടെയും വെളിപ്പെടുത്തി തരുന്നു. എന്നിട്ട് സുവിശേഷത്തിൻ്റെ മധ്യഭാഗമാകുമ്പോൾ പത്രോസിൻ്റെ അധരങ്ങളിലൂടെ അത് ഉറക്കെ പ്രഘോഷിക്കപ്പെടുന്നു. പിന്നെ ഉടനെ തന്നെ ഈശോ പറയുന്നത് എന്താണ്? ഈശോ പറയുന്നു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ പ്രവചനമാണ്. പിന്നീട് ആ പീഠാനുഭവത്തിലേക്കുള്ള ഈശോയുടെ യാത്രയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കാണുക. ഈശോയുടെ പെസഹ രഹസ്യം ചുരുളഴിയുകയാണ്. പിന്നെ അപ്പോൾ ഞാൻ ദൈവമാണ് എന്നുള്ള പത്രോസിൻ്റെ വെളിപ്പെടുത്തലിലൂടെ ഈശോ അവനെ നിശബ്ദനാക്കിയതിന് ശേഷം സ്വയം തൻ്റെ വെളിപ്പെടുത്തൽ ആരംഭിക്കുകയാണ് പെസഹ രഹസ്യത്തിലൂടെ. അതെന്നിട്ട് അതിൻ്റെ ക്ലൈമാക്സിലെത്തുന്നത് ഈശോയുടെ ഉത്ഥാനത്തിലൂടെയാണ്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇതൊക്കെ കേട്ട് പത്രോസ് ഉടനെ എന്താ പറയുന്നത്? കർത്താവ്, ഇത് അങ്ങേക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ തന്നെ ഈശോ പത്രോസിനോട് പറയുന്ന, സാത്താനെ, നീ മാറി നിൽക്കുക, നിൻ്റെ ചിന്ത ദൈവികമല്ല. ഈശോ പത്രോസിനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത് അങ്ങോട്ട് നിമിഷങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ. ഉടനെ തന്നെ പത്രോസ് ഈശോയ്ക്ക് മുൻപിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. സാത്താൻ എന്നാണ് ഈശോ പത്രോസിനെ അഭിസംബോധന ചെയ്യുന്നത്. എന്താണ് സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം? സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം അഡ്വേഴ്സറി, എതിരാളി എന്നാണ്. എതിരാളി. എന്താണ് എതിരാളി? സാത്താനെ എതിരാളി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് എതിരാളിയായി നിൽക്കുന്നവനാരോ അവനാണ് സാത്താൻ. ദൈവിക പദ്ധതിക്ക് എതിരാളിയായിട്ട് നിൽക്കുന്നവനാരോ അവനാണ് സാത്താൻ. ഇവിടെ ഈശോയുടെ പദ്ധതിയാണ് തൻ്റെ രക്ഷാകര പ്രവർത്തനം. ആ രക്ഷാകര പ്രവർത്തനം ഈശോ നിവർത്തിക്കാൻ പോകുന്നത് തൻ്റെ പെസഹ രഹസ്യത്തിലൂടെയാണ്. പീഠാനുഭവം, കുരിശുമരണം, ഉത്ഥാനം. അപ്പോൾ അതിന് പത്രോസ് അതങ്ങേക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്തിന് എതിരായിട്ട് പത്രോസ് പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ പത്രോസ് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ അവനെ പത്രോസിനോട് പറയുക, സാത്താനെ, നീ മാറി നിൽക്കുക എന്ന്. എന്നിട്ട് ഈശോ പറയുന്നു, നിങ്ങൾക്ക് എന്നെ അനുഗമിക്കുവാനായിട്ട് മഹത്വത്തിൻ്റെ വഴിയല്ല, നിങ്ങളുടെ വഴി കുരിശിൻ്റെ വഴിയാണ്. അപ്പോൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, ഈശോയുടെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരിശിൻ്റെ വഴിയാണ്. ആ കുരിശാണ് നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുന്നത്. കുരിശില്ലാതെ മഹത്വത്തിലേക്ക് കടക്കാനായിട്ട് പത്രോസ്
സംസാരിക്കുന്നു. അങ്ങനെയുള്ള രീതിയിൽ പത്രോസ് സംസാരിക്കുന്നു. അതാണ് പത്രോസ് ഈശോയ്ക്ക് എതിരായിട്ട് വരുന്നത്. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ ഈശോ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ പത്രോസിനെ ഈശോ ചേർത്ത് പിടിക്കുന്നുണ്ട്. പത്രോസ് നമുക്കറിയാം ആദിമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന ഒരു അപ്പോസ്തലൻ ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് പത്രോസ് തന്നെയാണ്. കാരണം നമുക്കറിയാം ആദിമസഭയിലെ നമ്മുടെ ചിത്രങ്ങളിൽ നിന്ന്, കൊത്തുപണികളിൽ നിന്ന്, ആദിമസഭയിലെ എക്സ്കവേഷൻസിലൂടെയൊക്കെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന രേഖകളിൽ നിന്ന് അവിടെ എല്ലാത്തിലും പത്രോസിൻ്റെ സാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പത്രോസാണ് ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരു ശിഷ്യൻ ആദിമസഭയിൽ. എന്തുകൊണ്ടായിരിക്കണം? അവരെല്ലാവരും കണ്ട് പത്രോസിൽ ഒരു മോഡലിനെ അവർ കണ്ടു, ഒരു മാതൃക അവർ കാണുന്നുണ്ട്. എന്ത്? ഈശോയെ അനുഗമിക്കുവാനുള്ള മാതൃക. മാനുഷികമായ ബലഹീനതകൾ കൊണ്ട് വീണു പോകുന്നവനാണ് എങ്കിലും വളരെയധികം അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടെ തിരികെ വരുന്ന പത്രോസ് പല സന്ദർഭങ്ങളിലും അത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് ക്രിസ്തുവിനെ അനുകരിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാതൃകയായിട്ട് ആദിമ ക്രൈസ്തവർ കണ്ടത്. വീണു പോവുക അത് വളരെ സാധാരണമാണ്. പക്ഷേ എഴുന്നേൽക്കുക, അനുതപിക്കുക, ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക, അത് പത്രോസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുക. അതാണ് ഈശോ പറയുക. നമുക്ക് നൽകുന്ന വലിയൊരു മാതൃകയാണ് പത്രോസിൻ്റേത്. അനുതപിക്കുക, തിരികെ പോവുക, ഈശോയുടെ അടുക്കിലേക്ക് തിരികെ പോവുക. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയെ അനുഗമിക്കുവാനായി ഞങ്ങൾക്ക് ഏറ്റവും വലിയ മാതൃകയായി അങ്ങ് പത്രോസിനെ നൽകിയല്ലോ. ആ പത്രോസിൻ്റെ മുഖ്യ പൗരോഹിത്യത്തിൽ അങ്ങയുടെ സഭയെ അങ്ങ് വളർത്തിക്കൊണ്ടു പോകുന്നു. ആ സഭയിൽ അംഗങ്ങളായിരുന്നു കൊണ്ട് പത്രോസിനെ പോലെ അനുതാപത്തോടും പ്രായശ്ചിത്തത്തോടും അങ്ങയെ അനുഗമിക്കുവാനും വീണു പോകുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും അങ്ങയുടെ കുരിശിൻ്റെ പാതയിലൂടെ വന്ന് അങ്ങയോടൊപ്പം ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഏവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.